ചങ്ങലം പരണ്ടയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ വള്ളിയായി നിൽക്കുന്നത് കണ്ടില്ലേ, അത് ചങ്ങലം പരണ്ടയാണ്. ഇവിടെ വേപ്പിൻ മരത്തിന്മേലാണ് ഇത് പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്. വിശദമായിട്ട് കാണിച്ചു തരാം. ഇതാ ഓരോ ഇതാ ജോയിൻ്റ്. ഇപ്പോൾ ഇവിടെ ഒരു കണ്ണി, ഇവിടെ ഒരു കണ്ണി. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഇല കണ്ടില്ലേ, ഓരോ കണ്ണിയിലും ഇല, ചെറിയൊരു ഇലയുണ്ട്. അപ്പോൾ ഈ ഇലകൾ ഇങ്ങനെ വരുന്നു. പിന്നെ ഇതാ ഈ കണ്ണി ഉണ്ടല്ലോ, അതാ നമ്മുടെ ഓരോ ജോയിൻ്റ് എന്നായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ ജോയിൻ്റ് ഉള്ളത് കൊണ്ടാണ് ഇതിന് ചങ്ങലം പരണ്ട എന്ന് തന്നെ പറയുന്നത്. ചങ്ങല അതാ കണ്ടില്ലേ, ഓരോ ചങ്ങലയായിട്ട് ഓരോ കൊളുത്തായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ തിരിച്ചറിയാൻ ഏറ്റവും നല്ലത് ഇങ്ങനെയാണ്, കണ്ടില്ലേ. അപ്പോൾ ഓരോ കോണായിട്ട് ഇങ്ങനെയുണ്ട്. ഈ കോണൊക്കെ ചെത്തി എടുത്താണ് നമ്മൾ ഓരോന്നിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പേര് ചങ്ങലം പരണ്ട അഥവാ അസ്ഥി സംഹാരി എന്ന് പറയും. ഒരു വേപ്പിനടുത്തായിട്ടാണ് ഞാനിത് നട്ടു പിടിപ്പിച്ചത്. അപ്പോൾ ആ വേപ്പിൻ മരത്തിന്മേലൂടെ വളർന്ന് നല്ല പോലെ പടർന്ന് കയറി ഇതാണ്, ഇവിടെയാണ് ഇതാ മുകളിലോളം പടർന്ന് കയറി അങ്ങനെ വീടിൻ്റെ മതിലിലേക്ക് തൂങ്ങി വരികയാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഒരു കഷ്ണം എടുത്ത് പിന്നെ എണ്ണ കാച്ചി ഉപയോഗിക്കാം. എല്ല് ചതവിനും മുറിവിനും വേദനയ്ക്കും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ വയറുവേദനയ്ക്ക്, ആർത്തവ സംബന്ധമായ രോഗത്തിന് ഒക്കെ ഇത് ഉപയോഗിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയാം, ഇതാ ഓരോ കണ്ണിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ചങ്ങല തന്നെ ഇതാ കണ്ടില്ലേ, തൂങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ചങ്ങലയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു പീസ് ഇവിടെ മുറിഞ്ഞ് വീണ് കിടക്കുന്നു, കാറ്റിൽ ഒടിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് തന്നെ ഒരുത്തേൽ ഇങ്ങനെ ചാരി വെച്ചാലും മതി, വേര് വന്നോളൂ, പടർന്ന് കയറി വന്നോളൂ. പക്ഷെ ഇവിടെ ഞാൻ ചാരി വെക്കുന്നില്ല, ഇതിനെ മാറ്റി വെക്കണം. ഓരോ അസുഖത്തിനും ഓരോ രീതിയിലായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ല് ചതവിന് ഇത് അരച്ച് പിന്നെ ചതവുള്ള ഭാഗത്ത് കെട്ടി വയ്ക്കുന്നു. പിന്നെ എണ്ണ കാച്ചി ഒരു കുഴമ്പ് രൂപത്തിലാക്കി അത് പുരട്ടുന്നു. അപ്പോൾ തൈലം കുഴമ്പ് എന്നൊക്കെ പറയാം. പിന്നെ വയറുവേദനയ്ക്കൊക്കെ ആണെങ്കിൽ അത് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുന്നു. പുളിവെള്ളമൊക്കെ കൂട്ടി എടുത്തിട്ടുള്ള ഒരു പാചകമുണ്ട്. അപ്പോൾ അങ്ങനെ പാചകം ചെയ്യുക. പിന്നെ ചമ്മന്തി വേറെ ആക്കാം. അതൊക്കെ അതിൻ്റേതായ ഓരോ രീതിക്കും പാചകമുണ്ട്. പിന്നെ അത് അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് വയറുവേദനയും പിന്നെ ആർത്തവ സംബന്ധമായ അസുഖങ്ങളൊക്കെ മാറുന്നത്. അപ്പോൾ ഇത്രയും നല്ല ഒരു ഔഷധ ഗുണമുള്ള ഒരു സസ്യം നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ടതാണ്. പിന്നെ ഈ തുളസി, പിന്നെ പനിക്കൂർക്ക ഒക്കെ വെച്ച് പിടിപ്പിക്കാറില്ലേ നമ്മൾ, അതുപോലെ ഒരു അത്യാവശ്യ സാധനമായിട്ട് നമ്മൾ ഇതിനെയും വെച്ച് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല.